ഇന്ന് പതിവില്ലാണ്ട് ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ഏതായാലും എഴുന്നേറ്റല്ലേ, അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ 5 മണി കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മിക്കപ്പോഴും എനിക്ക് ഉറക്കം ഒന്ന് മാറിയൊന്ന് എഴുന്നേൽക്കുന്നത്. പക്ഷേ ബെഡിൽ നിൽക്കണമെങ്കിൽ ഒരു 6:30 കഴിയണം. അപ്പോൾ അങ്ങനെയാണ്. ഏതായാലും ഞാൻ പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഏത് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷിൽ പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ടീച്ചറിനെക്കാട്ട് മുമ്പേ ഒന്ന് പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ലെക്ചർ ഞാൻ വെച്ചു. ഇംഗ്ലീഷിൻ്റെ ആനിമേറ്റഡ് ലെക്ചേഴ്സ് കുറേ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന കാര്യം. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഫണ്ണിയാണെന്നുള്ള കാര്യം. പക്ഷേ അതെനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ എക്സ്പ്ലനേഷനൊക്കെയാണ് ഈ ഒരു ആനിമേറ്റഡ് വേർഷനിൽ കിട്ടുന്നത്. കുറച്ച് ഫണ്ണിയാണ്, കുറച്ച് വിയേർഡായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ പോലും മാഡം ഇതിൻ്റെ ലെക്ചർ തന്നെ ആയിരിക്കും മിക്കപ്പോഴും വെക്കുന്നത്. അപ്പോൾ കഥയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കഥയിലുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടെ തരുന്നുണ്ട്. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടെങ്കിൽ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് സമ്മറി ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വായിച്ച് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എഴുതി നോക്കാം. എഴുതുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ കഥ പ്രോപ്പറായിട്ട് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് എപ്പോഴും പഠിക്കാനായിട്ട് കുറച്ച് മടിയുള്ള സബ്ജക്റ്റാണ്. പക്ഷേ ഇംഗ്ലീഷിന് എനിക്ക് മാർക്ക് കുറവാണ്. ബാക്കിയുള്ള സബ്ജക്റ്റിനെക്കാട്ടും കുറവ് മാർക്ക് ഞാൻ വാങ്ങിക്കുന്നത് ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷിന് ഈ പ്രാവശ്യം 11th വന്നിട്ടാണ് എനിക്ക് മാർക്ക് കുറയുന്നത്. അതെന്തായാലും എനിക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഫസ്റ്റ് എക്സാമിന് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് എക്സാമിന് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതിന് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി എക്കണോമിക്സ് എടുക്കാം. എക്കണോമിക്സിൽ ഞങ്ങൾ ഈ ഒരു ചാപ്റ്റർ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ലെക്ചർ ഒന്ന് കണ്ടിട്ട് ആ ചാപ്റ്റർ ഒന്ന് തീർക്കാമെന്ന്. കാരണം അതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് മെയിനായിട്ടുള്ളത്. തിയറി അധികമില്ല. അപ്പോൾ തിയറി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിയറി എനിക്ക് അധികം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 5 മണിക്കാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഒരു 5 മണി തൊട്ട് ഒരു 5:40 അത്ര വരെ ഞാൻ ഇംഗ്ലീഷ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എക്കണോമിക്സിന് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പറ്റിയ സമയത്ത് ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും അധികം ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും പിന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ രാവിലെ രാത്രിയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എഴുതി നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കുറച്ച് കൂടുതലാണ്. പഠിക്കാതിരിക്കുന്ന സമയത്താണ് ഉറക്കം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ എഴുതിക്കോ. ഞാൻ ഇങ്ങനെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ടിപ്പ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വ്ളോഗേഴ്സ് ആണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പേഴ്സണലി എനിക്ക് വർക്കായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ആണ്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ടൂറ് ഉടനെ ഉണ്ടാകും. അപ്പം അതിനുവേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. ട്യൂസ്ഡേ ആണ് ഞങ്ങളുടെ ടൂറ്, 25th. പിന്നെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ആ ക്ലിപ്പ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. 6 മണിക്കത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ വെച്ച് മഴ പെയ്യുമെന്ന്. പക്ഷേ മഴയൊന്നും അങ്ങനെ അധികം പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് പുതിയ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. നെയിൽ പോളിഷ് കിട്ടപ്പോഴേക്കും കുറച്ച് കൈയുടെ സൈഡിലൊക്കെ ആയി. എനിക്ക് പ്രോപ്പറായിട്ട് നെയിൽ പോളിഷ് ഒന്നും ഇടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആയി പോവാറുണ്ട്. പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.